എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന വീഡിയോ ഇവിടെ UK-യിലെ ഉള്ള വിവിധ തരം വീടുകളെ പറ്റിയാണ്. അപ്പോൾ ഒരു 10-20 തരത്തിലുള്ള ഒരു വീടുകളുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് വന്നത് സെമി ഡിറ്റാച്ച്ഡ്, ബംഗ്ലാവ്സ്, ടെറസ്ഡ് ഹൗസസ്, ഡിറ്റാച്ച്ഡ് ഹൗസസ്, കോട്ടേജസ്, ഫ്ലാറ്റ്, എൻഡ് ടെറസ്, കൺവേർട്ടഡ് ഫ്ലാറ്റ്സ്, മാൻഷൻസ്, എൻഡ് ഓഫ് ടെറസ്ഡ് ഹൗസ്, പിന്നെ ട്യൂഡർ ഹൗസസ്, വിക്ടോറിയൻ ഹൗസസ്, അഡിസൺ ഹോംസ്, എഡ്വേർഡിയൻ ആർക്കിടെക്റ്റ്, ജോർജിയൻ ആർക്കിടെക്റ്റ്, സ്റ്റുഡിയോ ഫ്ലാറ്റ്സ്, മെയ്സോണെറ്റ്സ്, 90s മോഡൽ ന്യൂ ബിൽഡിംഗ്, ടെറസ്, അങ്ങനെയുള്ള ഹൗസസാണ്. ഇപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് ഒരു 3 തരം ഹൗസസാണ്. ഒന്ന് സെമി ഡിറ്റാച്ച്ഡ്, പിന്നെ ബംഗ്ലാവ്, പിന്നെ ടെറസ്ഡ് ഹൗസസ്, പിന്നെ ഡിറ്റാച്ച്ഡ് ഹൗസസ്, പിന്നെ ഫ്ലാറ്റുകൾ. അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പോൾ ഇത്രയും 10-20 ഹൗസസുകളുള്ളത് ഇപ്പോൾ നമ്മൾ മലയാളികളായിട്ടുള്ള ആളുകൾ മേടിക്കുന്നത് അധികവും സെമി ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഹൗസസാണ്. അപ്പോൾ അത് എന്നാന്ന് പറഞ്ഞാൽ ഒരു കോമൺ അടുത്തുള്ള അയൽക്കാരനായിട്ടൊരു ഭിത്തിയായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളൊരു വീടാണ് സെമി ഡിറ്റാച്ച്ഡ് ഹൗസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള വീടിൻ്റെ ഘടനകൾ അധികവും അപ്പോൾ നമ്മുടെ നാട്ടിലെ മാതിരി ഓടിട്ട വീടുകളാണ്. ഇതിൻ്റെ റൂഫിങ് ഓട് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കണക്കുള്ള ആ ഒരു ഓട്, അതായത് മറ്റേ ഈ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ഓട് കൂടാതെ റബ്ബറിൻ്റെ തരത്തിലുള്ള ഓടുകളുണ്ട് ഇവിടെ. അങ്ങനത്തെ ഓടുകളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ റബ്ബറിൻ്റെ ഓടുകൾ എന്ന് പറഞ്ഞാൽ അധികം പായലും പൂപ്പിലും പിടിക്കാതിരിക്കാനാണ്. അങ്ങനെ 2 ടൈപ്പ് ഓടുകളാണ് വീടുകൾക്ക് അധികവും ഉണ്ടാവുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലെ കണക്ക് തന്നെ മേൽക്കൂര പട്ടികയും കഴുക്കോലും ഇട്ടിട്ടും ചില വീടുകളുടെ ഈ നാട്ടിലെ കണക്ക് പട്ടിക കഴുക്കോലും മരത്തിന് പകരം ചിലപ്പോൾ മെറ്റലിൻ്റെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് വീടുകളുടെ ഒരു പൊതുവിലുള്ള ഘടനകൾ വരുന്നത്. പിന്നെ ഈ പറഞ്ഞ വണ്ണം ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പിലാണ് എല്ലാ വീടിൻ്റെയും തന്നെ മേൽക്കൂര വരുന്നത്. പിന്നെ ഈ ഇവിടുത്തെ ആ ഒരു കാലാവസ്ഥയുടെയും അതുപോലെ ഈ മണ്ണിൻ്റെ ബലക്കുറവിൻ്റെയാണ് അധികവും വീടുകൾ വാർക്കയ്ക്ക് കനം വരും. പിന്നെ ഇവരിപ്പോഴും പഴയ ആ ഒരു ട്രഡീഷണൽ രീതിയിൽ തന്നെയുള്ള ഒരു ഇതാണ്. കാരണം ഇവിടുത്തെ ആ ഒരു കാലാവസ്ഥയുടെയും ഇതിനും അനുയോജ്യമായിട്ടുള്ളതാണ് വീടും കാര്യങ്ങളും പണിയുന്നത്. അപ്പോൾ ആ സെമി ഡിറ്റാച്ച്ഡ് വീട് എന്നെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു കോമൺ വാളായിട്ട് അടുത്തുള്ള ആളുകളായിട്ട് ഒരു കോമൺ വാളായിട്ടാണ് ആ വീട് ഇരിക്കുന്നത്. പിന്നെ ബംഗ്ലാവ് എന്ന് പറയും. ബംഗ്ലാവ് എന്ന് പറയുന്നത് ഒരു സിംഗിളായിട്ടുള്ള, അതായത് ഒറ്റ നിലയുള്ളൊരു വീട്, ചെറിയൊരു വീട് ആണ്. സിംഗിൾ ആയിട്ടുള്ള വീട്, സിംഗിൾ സ്റ്റോറീഡ് വീട്, പിന്നെ ഇങ്ങനെ ചെരിഞ്ഞിട്ടുള്ള റൂഫായിട്ടുള്ള വീട്. പിന്നെയുള്ളത് ടെറസ്ഡ് ഹൗസാണ്. ടെറസ്ഡ് ഹൗസിൽ വന്നത് ഒരു 2-3 വീട് അടുപ്പിച്ചിട്ട് ഒരേ സൈസിലുള്ള വീടുകൾ, ഒരു 3-4 വീട് അടുപ്പിച്ചിട്ടുള്ളത് ആണ്. ഒരൊറ്റ റോയിൽ 3 അതിലധികമോ വീടുകൾ ആയിട്ടുള്ളതാണ് ടെറസ്ഡ് ഹൗസസ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ഡിറ്റാച്ച്ഡ് ഹൗസസ്. ഡിറ്റാച്ച്ഡ് ഹൗസസ് അത് എന്നാന്ന് പറഞ്ഞാൽ വേറെ ഒരാളായിട്ടും ഭിത്തി ഷെയർ ചെയ്യാത്ത വീടുകൾക്കാണ് ഡിറ്റാച്ച്ഡ് ഹൗസസ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ഫ്ലാറ്റുകൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, തട്ടുകെട്ടായിട്ടുള്ളത്. അങ്ങനെ മെയിനായിട്ട് ഒരു 5 തരത്തിൽ മെയിനായിട്ടുള്ള വീടുകളാണ്. അപ്പോൾ ഈ 20 തരം വീടുകളിൽ മെയിനായിട്ട് ആളുകൾ ഈ 5 തരം വീടുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്ന് സെമി ഡിറ്റാച്ച്ഡ്, പിന്നെ 2 ബംഗ്ലാവ്, പിന്നെ 3 ടെറസ്ഡ് ഹൗസസ്, പിന്നെ 4 ഡിറ്റാച്ച്ഡ് ഹൗസസ്, പിന്നെ 5-മത്തെ ഫ്ലാറ്റുകൾ. അപ്പോൾ ഇതാണ് UK-യിലെ മെയിനായിട്ടുള്ള വീടുകൾ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ പ്രത്യേകം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. എല്ലാവർക്കും വീഡിയോ കണ്ടതിന് പ്രത്യേകം നന്ദി.